പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ആ ഒരു കണ്ണ് എന്നെ കാണുന്നു, നിങ്ങളെ കാണുന്നു. നമ്മിലുള്ള രോഗങ്ങളെ, ഭാരങ്ങളെ, പ്രയാസങ്ങളെ, നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തെ, നമ്മിലുള്ള പാപ സ്വഭാവത്തെ, എന്തൊക്കെ നമ്മിലുണ്ടോ അതൊക്കെയും കണ്ട് നമ്മെ വിശുദ്ധീകരിക്കുവാൻ അല്ലെങ്കിൽ നമ്മെ അറിയുന്ന ഒരു കർത്താവിൻ്റെ കണ്ണിനെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ശമൂവേൽ പ്രവാചകനോട് പറയുന്നത്, രാജാവായിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്, സ്വർഗ്ഗത്തിലെ ദൈവം പറയുന്നുണ്ട്, നിങ്ങളോ മനുഷ്യരെ പുറമേ കാണുന്നു, ഞാനോ അകമേ നോക്കുന്നു. പൊക്കം നോക്കണ്ട, സൈസ് നോക്കണ്ട, ഒന്നും നോക്കണ്ട. വെറും 5.5 അടി പൊക്കമുള്ള ആ ബാലൻ അല്ലെങ്കിൽ ആ മനുഷ്യനായ ദാവീദിനെ വിളിച്ച് വേർതിരിച്ച് രാജാവാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. മല്ലന്മാരായ നല്ല തടിയുള്ള യോദ്ധാക്കളായിരിക്കുന്ന ഇശായിയുടെ മക്കൾ കടന്നു വന്നപ്പോഴേക്കും ഈ ശമൂവേൽ പ്രവാചകൻ അവരെ അഭിഷേകം ചെയ്യാനായിട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വാണിംഗ് ഇതാണ്: വേണ്ട, എനിക്കറിയാം. കാരണം ദൈവം ആന്തരികമായി പരിശോധിക്കുന്ന ദൈവമാണ്. ആ കണ്ണുകളാണ് കർത്താവിൻ്റെ കണ്ണുകൾ. ആ കണ്ണുകളാണ് എന്നെ കാണുന്നത്, നിങ്ങളെ കാണുന്നത്, നമ്മുടെ സങ്കടങ്ങളെ കാണുന്നത്, നമ്മുടെ വിഷമങ്ങളെ കാണുന്നത്, നമ്മുടെ ഭാരങ്ങളെ കാണുന്നത്. മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ മനസ്സിലാക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുക. മറ്റുള്ളവർ നമ്മളെ തിരസ്കരിക്കുമ്പോൾ ദൈവം നമ്മളെ തിരസ്കരിക്കുന്നില്ല, കാരണം ആ കണ്ണുകൾ നമ്മളെ കാണുന്നു എന്നുള്ള സത്യമാണ് മനസ്സിലാക്കുന്നത്. അത്രത്തോളം തീക്ഷ്ണമായ കണ്ണുകളാണ്. നമുക്കെതിരായി വരുന്ന തിന്മകളെ ദൂരത്ത് നിന്ന് കണ്ട് സകലത്തെയും മനസ്സിലാക്കിയിട്ട് നമുക്ക് നന്മയാക്കി തീർക്കുകയും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ അതിശക്തമായ കണ്ണിനെ കുറിച്ചാണ് പറഞ്ഞത്. കണ്ണ്